എങ്ങനെയായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ തെന്നലെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. പല ഘട്ടത്തിലും അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്ന പല കാലങ്ങളിലും അദ്ദേഹം പാർട്ടിയെ ആ രീതിയിലായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫോർമുലയിലായിരുന്നു അദ്ദേഹം എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ മികച്ച സംഘാടകനായി, അല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷ പദവിയിലിരുന്ന ആളുകളിൽ ഏറ്റവും മികച്ചയാളായി തന്നെ അദ്ദേഹം എല്ലാ കാലവും അറിയപ്പെടും എന്നുള്ളതാണ്. അന്ന് മാധ്യമങ്ങൾക്കൊന്നും അത്ര പ്രചാരമില്ലാത്ത കാലത്ത് പോലും അദ്ദേഹത്തിനോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും വളരെ വ്യക്തമായും കൃത്യമായിട്ടും പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെ പുറത്താക്കിക്കൊണ്ടോ ഒന്നുമുള്ള ഒരു വിവാദ പരാമർശത്തിലേക്ക് പോലും പോകാത്ത തരത്തിൽ ആ രീതിയിൽ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു തന്നെയല്ല എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. സിജോ വി ജോൺ വീണ്ടും ചേരുന്നുണ്ട്. സിജോ, ആ രീതിയിൽ, അതായത് കോൺഗ്രസിനെ നയിച്ച നേതാവ് എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് തന്നെ ഓർക്കുന്നത്? തീർച്ചയായും KPCC പ്രസിഡന്റായിരുന്ന സമയത്ത് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്ന സമയത്ത് പാർട്ടിയെ ഊർജിതമായി നയിക്കുകയും വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. തന്നെ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരുപക്ഷെ അദ്ദേഹം കരുണാകര ഗ്രൂപ്പുകാരനാണോ എന്നൊക്കെ സംശയത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരേ സമയം തന്നെ കരുണാകരനെയും അതോടൊപ്പം തന്നെ ആന്റണിയെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു സമയത്ത് അദ്ദേഹത്തോട് അത് സംബന്ധിച്ച ഒരു ചോദ്യം ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിക്കുമ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ഈ കരുണാകരനെയും അതോടൊപ്പം തന്നെ AK ആന്റണിയും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഇരുവരെയും ബഹുമാനിക്കുന്നു എന്നാണ്. അതായത് അത്രയും ലാളിത്യത്തോടെയും അത്രയും ഇടപെടലോടുകൂടിയാണ് അദ്ദേഹം മുതിർന്ന അല്ലെങ്കിൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോവുകയും അങ്ങനെ ആ രീതിയിലൊക്കെ നയിക്കുകയും ചെയ്തിരുന്നത്. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു പരിധി വരെ ലഭിച്ചിരുന്ന സ്വീകാര്യത എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒരു പാർട്ടിക്ക് ഒപ്പം നിന്ന്, പാർട്ടിയെ യാതൊരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാതെ പാർട്ടിക്ക് ഒപ്പം നിന്ന് നയിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് വിടവാങ്ങുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. 95-ാം വയസ്സിൽ അദ്ദേഹം വിട പറയുകയാണ്. എന്തായാലും ഇന്ന് വളർന്നു വരുന്ന പല നേതാക്കളെയും ഒപ്പം പിടിച്ച് അവരെ നേർവഴിക്ക് നയിച്ച് അവര് എങ്ങനെയാണ് സംശുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ, എങ്ങനെ പോകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സിജോ തുടരാമോ? KR സാജു കൂടി ചേരുന്നുണ്ട്. സിജോ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വഴിവിട്ടൊരു സഹായവും തന്നയിൽ നിന്ന് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കേണ്ട, ന്യായമായ കാര്യമാണെങ്കിൽ സഹായം ഉറപ്പ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പാർട്ടിയെ ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകൾക്കപ്പുറത്തേക്ക് A ഗ്രൂപ്പോ I ഗ്രൂപ്പോ എന്നൊന്നും ഇല്ലാതെ എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാം, എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാം, എങ്ങനെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോയ ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്ത് നിന്ന് പറയുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസിന് തെന്നല ബാലകൃഷ്ണപിള്ള? ധന്യ, കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തെന്നല വഴി എന്ന് പറയുന്ന ഒരു വഴിയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. കാരണം ഈ രാഷ്ട്രീയക്കാർ ധരിക്കുന്ന ഖദറിന്റെ വിശുദ്ധിയും തെളിമയും നന്മയും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വിമർശനങ്ങൾ ഉയരുന്ന കാലത്ത് അങ്ങനെ ഒരു വഴി സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിമുടി രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹജീവികളോട് കാട്ടിയിട്ടുള്ള സ്നേഹം, കരുതൽ, ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഗതി ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷവും ഒക്കെ ഒരേപോലെ പെരുമാറുന്ന ഒരു തെന്നല ബാലകൃഷ്ണപിള്ളയെ നമ്മൾ ചരിത്രത്തിൽ ഉടനീളം കണ്ടതാണ്. 2001 തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന് ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിപ്പോകുന്ന കോൺഗ്രസിലെ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായി പടിയിറങ്ങിപ്പോകുമ്പോൾ KPCC ആസ്ഥാനത്ത് നിന്നും ആ കാർ അവിടെ ഇട്ടിട്ട് ഓട്ടോറിക്ഷയിൽ കയറിപ്പോയ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അത്രയ്ക്കും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം രാഷ്ട്രീയത്തിനു വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയുമൊക്കെ ചെലവഴിച്ചു പോയ ഒരു തെന്നല ബാലകൃഷ്ണപിള്ള